തകർന്ന ദാമ്പത്യത്തിലെ ഏക സന്തതിയാണ് കോളേജ് കുമാരിയായ രേണു. തനിക്കു ലഭിക്കാതെ പോയ പിതാവിന്റെ സ്നേഹം അവളെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു. അവൾ അമ്മ അറിയാതെ അച്ഛനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. ഈ സമയം ഹോസ്റ്റലിൽ താമസിക്കുന്ന സുനീത നഷ്ടപ്പെട്ടുപോയ സുന്ദരമായ ജീവിതത്തെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. പുതിയ അധ്യായത്തിലേക്ക്. വിഷമിച്ചിരിക്കുന്ന ഭർത്താവിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി സുനീത പെട്ടെന്ന് അടുക്കളയിലേക്ക് പോയി ഒരു ചുടുചായ ഉണ്ടാക്കി കൊണ്ടുവന്ന് ഗിരീഷിന് നൽകി. ചായ വാങ്ങി കുടിച്ചപ്പോൾ ഗിരീഷിന് കുറച്ചൊരു ആശ്വാസമായി. ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി തെല്ലൊരു വേദനയോടെ പറഞ്ഞു, ഞാൻ പ്ലാനിട്ട പോലെ നമ്മൾ ഒരുമിച്ച് ഒരു അമേരിക്കൻ യാത്ര ഇപ്പോൾ സാധ്യമല്ല. അസൂയക്കാർ ആരോ എനിക്കെതിരായി ബോസിനെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരം ഒരു ഹണിമൂൺ ടൈമാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന്. ഓഫീസിന്റെ ചിലവിൽ അങ്ങനെ ഒരു യാത്ര അനുവദനീയമല്ലെന്നും ഞാൻ മറ്റു 2 പേരുടെയും കൂടെ തന്നെ യാത്ര ചെയ്യണം എന്നും അവർ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ഞാനും താമസിക്കണമെന്നും കർശനമായി പറഞ്ഞിട്ടുണ്ട്. ഇന്ന് എന്നെ ബോസ് ക്യാബിനിലേക്ക് വിളിച്ചാണ് കാര്യം പറഞ്ഞത്. പെട്ടെന്നാണ് സുനീതയുടെ മുഖം മ്ലാനമായത്. 2 ദിവസം കൊണ്ട് എന്തെല്ലാം സ്വപ്നങ്ങൾ ചെയ്തു. അതേ സ്പീഡിൽ തന്നെ അവ പൊട്ടിച്ചിതറുകയും ചെയ്തു. അവൾ നിരാശയോടെ പറഞ്ഞു. ഗിരീഷിനും അത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. ഉടൻ പറഞ്ഞു, താനിങ്ങനെ വിഷമിക്കാതിരിക്കടോ. ഒന്നിച്ചു പോകാൻ പറ്റില്ല എന്നല്ലേ ഉള്ളൂ. ഞാൻ ആദ്യം പോകാം. എൻ്റെ കോൺഫറൻസ് തീരുമ്പോഴേക്ക് താൻ അവിടെ എത്തിച്ചേർന്നാൽ പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ. ഒരാഴ്ച ലീവെടുത്ത് നമുക്ക് ആൻറ്റിയുടെ വീട്ടിൽ താമസിച്ച് കുറച്ച് അവിടെ ചുറ്റിക്കറങ്ങി തിരിച്ചു വരാമല്ലോ. സുനീത തല ഉയർത്തി പറഞ്ഞു. ഗിരീഷ് എന്താണ് പറയുന്നത്? എനിക്ക് തനിച്ച് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തു വരുവാൻ കഴിയുമോ? ഇതുവരെ ഒരു പ്ലെയിനിൽ കയറുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ എങ്ങനെ അവിടേക്ക് തനിച്ചു വരിക? ഗിരീഷ് എന്ത് വിഡ്ഢിത്തരമാണ് പറയുന്നത്? ഗിരീഷ് ഉടനെ സോഫയിൽ നിന്നും ചാടി എഴുന്നേറ്റു. ഒരു വിഡ്ഢിത്തവുമല്ല ഞാൻ പറഞ്ഞത്. മനസ്സ് വച്ചാൽ സാധിക്കാവുന്ന ഒരു കാര്യമാണ്. തനിക്ക് പ്ലെയിൻ യാത്രയുടെ ഒരു എക്സ്പീരിയൻസ് കിട്ടാനായി നമുക്ക് അടുത്തു തന്നെ ബാംഗ്ലൂർ വരെ ഒരു പ്ലെയിനിൽ യാത്ര ചെയ്ത് എൻ്റെ അമ്മയെയും അച്ഛനെയും കണ്ടുവരാം. അപ്പോൾ പ്ലെയിൻ യാത്രയെപ്പറ്റി തനിക്ക് കുറച്ച് അറിയുവാനും സഹായിക്കും. എനിക്ക് പറഞ്ഞു തരുവാനും അവസരം കിട്ടും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഒരു വലിയ ബുദ്ധിമാനെ പോലെ അയാൾ ഭാര്യയുടെ നേരെ നോക്കി. ബാംഗ്ലൂർക്ക് പ്ലെയിനിൽ പോകുവാനോ? അതൊക്കെ കുറെ പൈസ ചെലവാകില്ലേ? അത് സാരമില്ലടോ. തൻ്റെ പേടിയൊക്കെ മാറ്റിയെടുക്കാമല്ലോ. അതല്ലേ ഇപ്പോൾ പ്രധാനം. ഒന്ന് നിർത്തിയ ശേഷം തുടർന്നു. നാളെ സൺഡേ. നാളെ തന്നെ നമുക്ക് അവിടേക്ക് ഒരു യാത്ര പോകാൻ തയ്യാറാക്കിക്കോ. സുനീതയുടെ മുഖത്ത് നഷ്ടപ്പെട്ട സന്തോഷം പെട്ടെന്ന് തിരിച്ചു വന്നതുപോലെ. ശരിക്കും? ആ, ശരിക്കും. ഈ യാത്രയ്ക്ക് പെട്ടെന്ന് നീ റെഡിയായിക്കോ. ഞാൻ പോയി ടിക്കറ്റ് കിട്ടുമോ എന്ന് അന്വേഷിക്കട്ടെ. ഗിരീഷ് പുറത്തേക്കിറങ്ങി. പിറ്റേ ദിവസം തന്നെ അവർ ബാംഗ്ലൂർക്ക് യാത്ര തിരിച്ചു. വാടിപ്പോയ സ്വപ്നങ്ങളെ വീണ്ടും താലോലിച്ചുകൊണ്ട് സുനീത ഭർത്താവിനോടൊപ്പം ഡൽഹിയിൽ നിന്നും ബാംഗ്ലൂർക്കുള്ള ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുവാനായി എയർപോർട്ടിലേക്ക് തിരിച്ചു. അവിടെ എത്തിയാലുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെയാണ് എന്ന് വളരെ വ്യക്തമായി അവൾക്ക് ഗിരീഷ് പറഞ്ഞു കൊടുത്തു. സെക്യൂരിറ്റി ചെക്കിങ്ങിനെ പറ്റിയും എന്തെല്ലാം സാധനങ്ങൾ കൊണ്ടുപോകാമെന്നും എന്തെല്ലാം കൊണ്ടുപോകാൻ പാടില്ലെന്നും
അഥവാ നിയമം തെറ്റിച്ചു കൊണ്ടുപോയാലുള്ള വിപത്തിനെക്കുറിച്ചും മറ്റും വലിയ ലെക്ചർ കൊടുത്തു. സുനീത എല്ലാം ശ്രദ്ധാപൂർവം കേട്ടു. ഒരു മുന്നറിയിപ്പുമില്ലാതെ എത്തിച്ചേർന്ന മകനെയും മരുമകളെയും കണ്ട് ഗിരീഷിന്റെ മാതാപിതാക്കൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. ശരിക്കും എന്താ കാര്യം എന്ന് തെളിയിച്ചു പറയൂ മോനെ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഗിരീഷിന്റെ അച്ഛൻ ചോദിച്ചു. പ്രത്യേകിച്ച് യാതൊരു പ്രശ്നവുമില്ല അച്ഛാ, ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. സുനീതയ്ക്ക് പ്ലെയിൻ യാത്ര എങ്ങനെയെന്നൊന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ഇങ്ങനെ ചെയ്തത്. എനിക്കൊരു വിദേശയാത്ര വന്നിട്ടുണ്ട്. ഒരു കോൺഫറൻസിന് പങ്കെടുക്കുവാൻ വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഈ അവസരത്തിൽ എനിക്ക് സുനീതയെയും കൂട്ടി അവിടേക്ക് പോകണമെന്നുണ്ട്. എന്നാൽ എൻ്റെ കൂടെ അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. അവൾ തനിയെ വരേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെയൊരു യാത്ര ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഈ യാത്ര അവൾക്ക് ഫ്ലൈറ്റ് യാത്രയെപ്പറ്റി മനസ്സിലാക്കാൻ സഹായിക്കും. അതുകൊണ്ടാണ് യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഇങ്ങോട്ട് വന്നത്. അച്ഛൻ്റെ മുഖത്ത് ആശ്വാസം വിരിഞ്ഞത് പെട്ടെന്നാണ്. അത് ശരി, അങ്ങനെയാണോ കാര്യം? ഞങ്ങൾ പേടിച്ചു പോയി. ഒരു സൂചന പോലുമില്ലാതെ പെട്ടെന്ന് നിങ്ങൾ വന്നപ്പോൾ. അല്ല, എവിടേക്കാണ് നിന്റെ വിദേശയാത്ര? അത് പറഞ്ഞില്ലല്ലോ. അച്ഛൻ അത് അറിയുവാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അമേരിക്കയിലെ ഷിക്കാഗോവിലേക്ക്. ഗിരീഷിന്റെ അമ്മ മരുമകളെ തറപ്പിച്ചൊന്നു നോക്കി. എന്നിട്ട് മെല്ലെ ചിരിച്ചുകൊണ്ട് അടുത്തു വന്നു. അവർ കന്നഡയിൽ തന്നെ അവളോട് ചോദിച്ചു, ഞാൻ കേട്ടതെല്ലാം സത്യമാണോ മോളെ? സുനീതയ്ക്കും അല്പം സ്വല്പം എല്ലാം കന്നഡ വശമായിരുന്നതുകൊണ്ട് ചോദ്യം ഒരു വിധത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചു. സത്യമാണ് അമ്മേ. സുനീതയും നിറഞ്ഞൊരു പുഞ്ചിരി സമ്മാനിച്ചു. അവൾക്കും കൂടുതൽ എന്തെല്ലാമോ പറയണമെന്നുണ്ട്. എന്നാൽ ഭാഷ അതിനൊരു വിലങ്ങുതടിയായി. അടുത്ത ആഴ്ച അവർ ഇരുവരും ചേർന്ന് മറ്റൊരു ഫ്ലൈറ്റ് യാത്ര കൂടി നടത്തി. ഇത്തവണ യാത്ര മുംബൈക്കായിരുന്നു. അതും കൂടി കഴിഞ്ഞപ്പോൾ സുനീതയ്ക്ക് കുറച്ചൊക്കെ ധൈര്യമായി. പിന്നീട് അധികം വൈകിയില്ല. ഗിരീഷ് ഓഫീസിലെ മറ്റു 2 സഹപ്രവർത്തകർക്കൊപ്പം അമേരിക്കയിലേക്ക് തിരിച്ചു. പോകും മുമ്പേ പ്രിയ സുഹൃത്തായ ദീപകിനോടും പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നു. സുനീതയ്ക്ക് യാത്ര പോകേണ്ട ദിവസം വീട്ടിൽ പോയി അവളെയും കൂട്ടി എയർപോർട്ടിൽ കൊണ്ടുചെന്നാക്കണമെന്നും സെക്യൂരിറ്റി ചെക്കിങ് കഴിയും വരെ അയാൾ പുറത്തുണ്ടാകണമെന്നും പ്രത്യേകം നിർദ്ദേശം കൊടുത്തിരുന്നു.